പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കുറച്ചേറെ വിഷയങ്ങളുണ്ട്. അതായത് ഒരു വേഗത നമുക്ക് എത്രമാത്രം കണ്ട് മനസ്സിലാക്കാൻ പറ്റും, അതിനെതിരെ കയറാൻ പറ്റും, എവിടെയാണ് അപകടം പതിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ കളരികളിലൊക്കെ ആണെങ്കിൽ തന്നെ പല സമ്പ്രദായങ്ങളിലും കളങ്ങൾ ചവിട്ടുക, ചുവടുകൾ പഠിപ്പിക്കാറുണ്ട്. ഒറ്റച്ചുവട്, വെട്ടച്ചുവട്, കൂട്ടച്ചുവട്, പടച്ചുവട്, അങ്ങനെ പറഞ്ഞ് ഒരുപാട് ചുവടുകൾ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൽ ചില ആശാന്മാർ പറയും ഇതിപ്പോൾ ഉദാഹരണം പറഞ്ഞൊരു ത്രികോണച്ചുവട് വരുമ്പോൾ ഒരു 3 പേര് വന്നാൽ ഇത് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ അത് പഠിപ്പിക്കാം. ഇനി നച്ചുവട് എന്ന് പറയുമ്പോഴത്തേക്ക് 4 പേര് വന്നാൽ എന്ത് ചെയ്യും, ഇനി ഷടാധാര ചുവട് 6 പേര് വന്നാൽ എന്ത് ചെയ്യും, ഇങ്ങനെയായിരിക്കും പഠിപ്പിക്കുക. ഇനി ഇതിനെ മറ്റൊരു തരത്തിലും ചെയ്യാം. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു കാര്യമാണ്. അതായത് ഒരു 7 പേരെ ചുറ്റും നിർത്തി, ആദ്യ ഭാഗത്ത് 7 പേരെ ചുറ്റും നിർത്തിയിട്ട് ഓരോരുത്തരുടെ കയ്യിൽ കമ്പും വടിയും കത്തിയും വാളും ഒക്കെ കൊടുത്തു. എന്നിട്ട് ഇവരോട് ഓരോരുത്തരോട് വെട്ടാൻ പറയുന്നു. ആ വെട്ടുന്ന ഓരോരുത്തരുടെയും ആയുധങ്ങൾ നമ്മൾ മെല്ലെ മെല്ലെ എടുക്കുന്നു. ഇത് നമ്മുടെ സുഹൃത്തുക്കളായതുകൊണ്ടാണ് ഇവർ നമ്മൾ പറയുമ്പോൾ വെട്ടുക അടിക്കുകയൊക്കെ ചെയ്യണത്. റോഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അവർ പൂളുമായിരിക്കും ചെയ്യണത്. ആ സമയത്ത് ഈ കളം ചവിട്ടാൻ പഠിപ്പിച്ച് വിടുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇത് തന്നെ ചില 9 പേരെ നിർത്തി ചെയ്യിക്കുകയാണ്. എൻ്റെ ക്ലാസ് അല്ല കേട്ടോ, 9 പേരെ നിർത്തി ചെയ്യിച്ചു. ഇതേപോലെ തന്നെ 9 പേരെ. അപ്പോൾ ഓരോരുത്തരും കുത്തി അത് തട്ടി കയറി ഇടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ സെക്കൻഡുകൾ കൊണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഈ പറയുന്ന രീതി കുത്തണം. അങ്ങനെ ഞങ്ങളുടെ ആ ബാച്ചിലുണ്ടായിരുന്ന, ഞങ്ങളുടെ ബാച്ചിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ബാച്ചിലുണ്ടായിരുന്ന ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചു. ആലപ്പുഴക്കാരാണ്, 1 അല്ല 2 പേരുണ്ട് കേട്ടോ. അവർ ചോദിച്ചു, സാറേ ഇതൊക്കെ ഇവിടെ നടക്കും, റോഡിൽ 10 പേര് തല്ലിയാൽ ഇത് നടക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ആര് പറഞ്ഞാലും നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം കുറച്ചുകൂടെ. കാരണം ഇത് മനസ്സിലാക്കാനും നമ്മുടെ ശേഷിക്കനുസരിച്ച് യുക്തിപരമായി ചിന്തിക്കാനും നമുക്ക് വരണം. അപ്പോഴേ കല പുരോഗമിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഈഗോ മാത്രമേ പുരോഗമിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിനകത്ത് ആശയം ശരിയാണ് അവൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആളായതുകൊണ്ടാണ് കൃത്യമായിട്ട് കുത്തുകയും വെട്ടുകയൊക്കെ ചെയ്യുന്നത്. വെളിയിൽ നിന്ന് വരുന്നവൻ തോന്നുന്ന പോലെ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഇത് പ്രാക്ടിക്കലായിട്ട് നടക്കുമെന്നായിരുന്നു ചോദ്യം. ഓക്കെ, അപ്പോൾ എനിക്കതൊരു രസകരമായി തോന്നി. അപ്പോൾ നമ്മൾ മാർഷായിട്ട് ഞാൻ പറഞ്ഞു നമുക്കത് നോക്കിയേക്കാം, നമുക്കത് അടിച്ചേക്കാൻ പറഞ്ഞു. അതായത് ഞാൻ നടുക്ക് കയറി നിന്ന് ചുറ്റി ഇവരെ അടിച്ച സമയത്ത് നമുക്കറിയാലോ, ആ സമയത്ത് നമുക്ക് കണ്ണും മൂക്കും നോക്കാൻ നേരമില്ല, വെച്ചടിക്കുക എന്നുള്ള റോഡിൽ അതേ നടക്കുകയുള്ളൂ. ശരിക്കടിക്കും. ഞാൻ പറയുന്നു റോഡിൽ അടി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അടി കിട്ടും, ആൾ കൂടുതലാണ്, അടി കിട്ടും, ഒരു സംശയം വേണ്ട. പക്ഷെ ആ കിട്ടുന്ന അടികളൊന്നും നമ്മൾ കേൾക്കാതെ നമ്മുടെ പ്രധാനപ്പെട്ട പാർട്ടിനെ രക്ഷപ്പെടുത്തലാണ് മാർഷൽ ആർട്ട്. ഇതാണ് ഇതിൻ്റെ തന്ത്രം. അങ്ങനെ ഞാൻ അടിച്ച് ഇത്രയും പേരുണ്ട്, ഒരു 6-7 പേരുണ്ട്, 7 പേർക്കിട്ടും അടിച്ച സമയത്ത് ആരും എനിക്കിട്ട് തിരിച്ചടിക്കാത്തൊരവസരം ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ നോക്കിയപ്പോൾ ഈ ആശാൻ ഇതിനിടയ്ക്ക് ഒരു തല്ലും മേടിച്ച് ആശാനായിട്ട് അടിച്ച് എനിക്കിപ്പോൾ അറിയില്ല ആശാനാണ് കയറുന്നുമല്ലോ. അങ്ങനെ അടി കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നിർത്തിയതാണ് പരിപാടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സംഭവം ആശാനായിട്ട് തല്ലുകൊള്ളു. പിന്നെ ഞാൻ ക്ഷമയൊക്കെ പറഞ്ഞു. കാരണം നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ എപ്പോഴും ഒരു ശിഷ്യനായിട്ട് നിന്നിട്ട് പഠിച്ച് ഇറങ്ങിപ്പോരുന്ന ശീലം മാത്രമേ ഉള്ളൂ. ഇതാണ് നടക്കുന്നത്. അപ്പം നമ്മുടെ കഴിവുകളോ മറ്റു കാര്യങ്ങളോ അവിടെ വിനിയോഗിക്കാറില്ല. പിന്നെ നമുക്ക് യുക്തിയും ബുദ്ധിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒന്നുകൂടെ ഹോംവർക്ക് ചെയ്യും, ഇത് നടക്കുകയില്ലയോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ മനസ്സിലാക്കിയ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാചകം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് സുരക്ഷയുടെ പ്രശ്നമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാം ആ റോഡിൽ വെട്ടുകൊണ്ടും തല്ലുകൊണ്ടും ഒക്കെ വീഴും. അതുകൊണ്ട് നമുക്ക് പറ്റുന്നത് ചെയ്യുക. വിജയമോ പരാജയമോ രണ്ടാമത്തെ കാര്യമാണ്. ചെയ്ത് നോക്കുക. നമുക്കറിയാവുന്ന കാര്യങ്ങൾ പരിശീലിച്ച് നോക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. ചെയ്തില്ലാത്ത പക്ഷം ഈ പറയുന്ന കഥകളൊക്കെ നമ്മൾ വടക്കൻ കഥകൾ പറഞ്ഞ പോലെ തെക്കൻ കഥകൾ പറഞ്ഞ പോലെയൊക്കെ ആയിട്ട് തീരും. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാനുള്ള സംവിധാനം നിങ്ങൾ നോക്കിയേ. കളരിപ്പയറ്റ് പറഞ്ഞിട്ടുള്ളതെല്ലാം തന്നെ യുദ്ധതന്ത്രങ്ങളിലാണ്. യുദ്ധത്തിൽ നിങ്ങൾ നോക്കിയേ, 2 വശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ തമ്മിൽ ഇടിച്ചു കയറി അങ്ങ് പോവുക. അപ്പോൾ ഇവരുടെ ലക്ഷ്യം അവിടെ ഉള്ളതാണെങ്കിൽ അവരുടെ ലക്ഷ്യം ഇവിടെ ഉള്ളതാണ്. ഇത് ഇടിച്ചു കയറി പോയിട്ട് ഒരു വിജയം ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് പ്രാക്ടിക്കലി എവിടെയാണ് ഒരു കളം ചെയ്യാനുള്ള സാധ്യത, അത് നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിക്കണം. ഞാൻ പറഞ്ഞ് കേട്ടുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിക്കും. അപ്പോൾ ഒരു ടിപ്പു സുൽത്താൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അവിടെ കളം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ അല്ലേ? അതൊക്കെ നമ്മൾ യുക്തിപരമായി ചിന്തിച്ചാൽ മതി. ചിന്തിച്ചാൽ പിടികിട്ടും. കാരണം നമ്മൾ ഇറക്കുന്ന ഓരോ വീഡിയോയും നാളെ ആൾക്കാർ വിലയിടും, ഒരു സംശയം വേണ്ട. അവർക്ക് ബുദ്ധിയുണ്ട്. ഇപ്പം നമുക്കറിയില്ല, എല്ലാ അറിവും നമ്മുടെ വിരലിൻ്റെ തുമ്പിൽ കിട്ടും. അത്രയുള്ള സമയത്ത് നമ്മൾ ഈ പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ എവിടെ പോയി നിൽക്കുമെന്നൊന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഓരോരുത്തരും വീഡിയോ ഇറക്കുകയും നമ്മൾ അവരോടൊരു കടപ്പാടും ഒക്കെ സത്യസന്ധതയും മക്കളോടും അല്ലെങ്കിൽ നമ്മുടെ ശിഷ്യന്മാരായിട്ടുള്ള പിള്ളേരോടും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊക്കോളും. ഇതിൽ കുറച്ച് ടിപ്പുകളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നേരെ വീഡിയോയിലേക്ക്. ഇപ്പോൾ ഇവിടെ അടിച്ച വേഗത കണ്ടോ? ഈ വേഗതയിൽ മാറാൻ നമുക്ക് കഴിയണം. ഇപ്പം നമ്മൾ കളരികളിലൊക്കെ പഠിക്കാൻ നിന്നിട്ട് മെല്ലെ മൂവ് ചെയ്താൽ കയറുന്നത്. പക്ഷെ ഒരു അടി വരുമ്പോൾ അതല്ല,
മൂവിങ് ആയിരിക്കും. റോഡിൽ കിടക്കുന്ന ഒരു വടി ഓടി എടുത്തുകൊണ്ട് വന്ന് ഇവനിട്ട് അടിച്ച് മലത്ത് കരക്കിച്ചാണ്. അവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. കാണാം. ഇപ്പം ചെയ്ത് കണ്ടില്ലേ, അത്ര ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രമാണ് നമുക്ക് കയറാനുള്ളത്. അപ്പം മെല്ലെ നമ്മുടെ ആൾക്കാർ വരുന്ന പോലെ മെല്ലെ നിവർത്ത് കൈകൊണ്ടടിച്ച് അതിൽ പിടിച്ച് മലത്തി അടിച്ച് നടക്കില്ല. ഫാസ്റ്റായിട്ട് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ പഠിക്കണം. അതിനാണ് ശരിക്കും മെയ്പ്പായിട്ട് നന്നായിട്ട് ശീലിക്കണം എന്ന് പറയുന്നത്. മെയ് കണ്ണാവുന്ന മാതിരി ശീലിക്കണം. കണ്ണിലേക്ക് ഒരു പൊടി വരുമ്പോൾ എത്ര വേഗത്തിൽ കണ്ണടയുന്നുവോ, എത്ര വേഗത്തിൽ തുറക്കുന്നുവോ, അത്രയും വേഗത്തിൽ ശരീരത്തെ മാറ്റുമ്പോൾ മെയ് കണ്ണായി മാറും. ഇതൊന്നുമില്ലാതെ കളരിപ്പയറ്റ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കാൻ, അടുത്ത തലമുറ ധൈര്യത്തോടു കൂടി നടക്കുവാനായിട്ട് ഇങ്ങനെയുള്ള പാഠങ്ങൾ, ഇതുപോലെ ഒരുപാട് ട്രിക്കുകൾ ഞങ്ങൾ രഹസ്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അത് വേഗത കൂട്ടാനുള്ള ചില രഹസ്യവിദ്യകളാണ്. അതെല്ലാം തന്നെ വീഡിയോയിൽ പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.